രാജു, അവനിവിടെ ഉണ്ടോ യാമിനി? ഉണ്ട് പ്രതാപേട്ട. രാജു, എന്താ എന്തുപറ്റി? ഞാൻ നിന്നെയാണോ വിളിച്ചേ? ഇവനെയല്ലേ? എന്താ സർ? രാജു, ഇവളുടെ എന്തെങ്കിലും വസ്തുക്കൾ നിന്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അതിവിടേക്ക് നിനക്കെത്തിക്കായിരുന്നില്ലേ? നീ എന്തിനാ ഇവിടെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയത്? വർമ്മ സർ, അത് അച്ഛാ, രാജു അല്ല എന്നെ രാജുവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. എങ്ങനെ? ഞാനൊരു ടാക്സി വിളിച്ച രാജുവിന്റെ വീട്ടിലേക്ക്. എങ്കിൽ അതുപോലെ തന്നെ ഒരു ടാക്സി പിടിച്ച് നിനക്ക് തിരിച്ചു വരാൻ പാടില്ലായിരുന്നോ? നീ എന്തിനാ ഇവന്റെ കൂടെ ഇവന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് വന്നത്? വർമ്മ സാറേ, ഋതിക മാഡം തനിയെ വരാൻ പുറപ്പെട്ടതാ. അപ്പോ അച്ഛനും അമ്മയും പറഞ്ഞു ഋതിക മാഡത്തെ വീട്ടിൽ കൊണ്ടാക്കാൻ. അവര് നിർബന്ധിച്ചപ്പോ അച്ഛാ, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. രാജു, സർ, പഴയതുപോലെയല്ല. നാവിന് ലൈസൻസ് ഇല്ലാത്ത ആളുകളാ. അവരോരോ കഥകള് വെറുതെ മെനഞ്ഞെടുത്താ അത് അഫക്റ്റ് ചെയ്യുന്നത് എന്റെ മകളുടെ ജീവിതത്തെ ആയിരിക്കും. ഇങ്ങനെയൊന്നും പറഞ്ഞാലേ അവന് മനസ്സിലാവില്ല പ്രതാപ. ചേച്ചി, ഞാൻ പറഞ്ഞോളാം. രാജു, നീ ഇനി എന്റെ മകളെ ആവശ്യമില്ലാതെ കാണാനോ സംസാരിക്കാനോ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. എങ്കിൽ നിനക്ക് പോവാം. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? കേറിപ്പൊടി. പ്രതാപ, ദീപകിന്റെയും ഋതികയുടെയും വിവാഹത്തിന്റെ തീയതി വേഗം തീരുമാനിക്കണം. ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഞാനൊരു ജോത്സ്യരെ വിളിച്ചു വരുത്താൻ പോവാ. നീ വാ മോനെ. ചേട്ടാ, നീ എവിടെ നിന്നേ? എന്താച്ചാ? ആൺമക്കള് തോളോടൊപ്പം വളർന്നു കഴിഞ്ഞാ പിന്നെ അച്ഛനായല്ല സുഹൃത്തായേ അവരോട് പെരുമാറാൻ പാടുള്ളൂന്ന് എൻ്റെ അച്ഛനിൽ നിന്ന് കണ്ടുപഠിച്ച് മനസ്സിലാക്കിയ ആളാ ഞാൻ. പക്ഷേ ആ അച്ഛൻ്റെ കൂടെ അധികകാലം ജീവിക്കാൻ എനിക്കായില്ല. അതിനുള്ള ഭാഗ്യമുണ്ടായില്ല. എൻ്റെ തോളോടൊപ്പം വളർന്ന നിന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ എന്നോടെങ്ങനെയാ പെരുമാറിയതെന്ന് ഓർമ്മ വരും. ഇത്രയും നാളും ഞാനെങ്ങനെയാ നിന്നോട് പെരുമാറിയിട്ടുള്ളൂ. ഒരു വാക്കിലോ പ്രവൃത്തിയിലോ ഞാനിന്നു വരെ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ രാജു? ഇല്ലച്ചാ, ഒരിക്കലുമില്ല. പക്ഷെ നീ ഋതിക മാഡത്തോട് ചെയ്തോർക്കുമ്പോ കാവിൽ വെച്ച് നടന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്റെ മനസ്സിലേക്ക് വരുമ്പോ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നാ മോനെ. നിന്നെ തല്ലണമെന്നും ചീത്ത പറയണമെന്നൊക്കെ ഉണ്ട് എനിക്ക്.
എന്തിനാ വേണുവേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ പറയട്ടമേ. അച്ഛനെങ്കിലും മനസ്സിലുള്ള ഭാരം ഇറക്കി വെക്കട്ടെ. ഇല്ല മോനെ, ഈ അച്ഛന്റെ മനസ്സിൽ തന്നിരിക്കുന്ന ഈ ഭാരം അങ്ങനെ ഇറക്കി വെക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ആ പെൺകുട്ടിയെ ഓർത്ത് എന്റെ ഉള്ളു നീറുക. മതി വേണുവേട്ടാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ അതവന് വിഷമാവും. വിഷമോ? ഇവനോ? ഇല്ല രാധേ, നമ്മുടെ മകന് ഇതൊന്നും കേട്ടാ വിഷമമുണ്ടാവുന്ന എനിക്ക് തോന്നണില്ല. കുറച്ചെങ്കിലും അലിവുള്ള മനസ്സായിരുന്നു നമ്മുടെ മകനെങ്കിൽ അവൻ ആ പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല. വേണുവേട്ടാ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെടി. രാജു, എല്ലാത്തിനും നിനക്ക് നിന്റേതായ 1000 ന്യായങ്ങൾ മനസ്സിലുണ്ടാവും. പക്ഷെ നീ ഓർത്തോ, നീ ചെയ്തത് തെറ്റാണ്. ഹൃതികാമാരത്തോട് നീ ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. എല്ലാം തെറ്റായിരുന്നു എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാവുമ്പോ ഒന്ന് പശ്ചാത്തപിക്കാൻ പോലും നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇന്ന് ഈ കുടുംബത്തിൽ വീണ ഹൃതിക മാഡത്തിന്റെ കണ്ണുനീരിന് നീ കണക്ക് പറയേണ്ടി വരും മോനെ. ഇത് ഋത്തികമ്മയുടെ തന്നെ കൊണ്ടുപോയി കളയണം. അതിനുശേഷം എന്നെയും ഋതികമ്മയുടെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റണം. മോനെ, നീ കരയുവാണോ? ഇല്ലമ്മേ, അച്ഛനോട് പറഞ്ഞത് കേട്ടില്ലമ്മേ. അച്ഛനെ ശപിച്ചത് കേട്ടില്ലേ? ശരിയാ, ഞാൻ തെറ്റുകാരൻ. ഞാനാ തെറ്റുകാരൻ. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിച്ചോളാം അമ്മ. ഞാൻ എന്ത് വേണമെങ്കിലും അനുഭവിച്ചോളാം അമ്മ. ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും. പക്ഷെ എന്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്കത് സഹിക്കാനാവില്ല അമ്മ. മോനെ, അച്ഛൻ വിഷമം കൊണ്ട് പറഞ്ഞില്ലേടാ. എനിക്കും അറിയാം ഋതിക മാഡത്തിന് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് വെച്ച് ഞാൻ എങ്ങനെയാ മാഡത്തെ എന്റെ നാവിന്ന് ഋതിക മാഡം എന്നല്ലാതെ ഇത്രയും കാലം ഞാൻ ആ കുട്ടിയെ പേരെടുത്ത് പോലും വിളിച്ചിട്ടില്ല. വർമ്മ സാർ എന്നെ വിശ്വസിച്ചു എന്റെ കയ്യിൽ ഏൽപ്പിച്ച സാറിന്റെ മകളെ ഞാൻ എങ്ങനെയാ
മിണ്ടാത്തട. അമ്മയുടെ പൊന്നുമോൻ കരയരുത്. എല്ലാം അമ്മയ്ക്ക് മനസ്സിലാവും. സോറി അമ്മ. ഞാൻ നിങ്ങളെല്ലാവരും വിഷമിപ്പിക്കാണെന്ന് എനിക്കറിയാം. പക്ഷെ പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ഇങ്ങനെ പറ്റും. ശരി, നീ കരഞ്ഞത് മതി. കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ കരയാതെ. അമ്മ മോനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണുട്ടാ, നിങ്ങൾ എന്തിനാ അത്രയും കടുപ്പിച്ച് അവനോട് സംസാരിച്ചത്? രാധേ, ഞാൻ എനിക്ക് മനസ്സിലാവും. എന്നാലും വേണ്ടായിരുന്നു. അവനെ വിഷമിപ്പിക്കണ്ടായിരുന്നു. നമുക്ക് കാര്യങ്ങള് പതിയെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി അവനെ എന്തു പറഞ്ഞ് മനസ്സിലാക്കും? അംബിക മാഡം എടിപിടിയുന്ന ആ കുട്ടിയുടെ വിവാഹം നടത്തും. ഈശ്വരനൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല വേണുട്ടാ. എല്ലാം അങ്ങനെ ഈശ്വരനെ ചാരിയിട്ട് കാര്യമില്ലടി. എന്തെങ്കിലും നടക്കണമെങ്കിൽ അകത്തിരിക്കണം നമ്മുടെ മോൻ തന്നെ വിചാരിക്കണം. അതെ രമ്യ, അവിടെ രാജുവിന്റെ മനസ്സിന് ഇളക്കമൊന്നുമില്ലല്ലോ. ഇല്ല അംബിക മാഡം. രാജുവിന്റെ അച്ഛൻ വേണുവെങ്കിലും രാധമ്മയും ചേച്ചിയൊക്കെ രാജുവിനെ മാറി മാറി ഗുണദോഷിച്ചു. പക്ഷേ ഇതുവരെ രാജുവിന് കുലുക്കമൊന്നുമില്ല. അതങ്ങനെ തന്നെ തുടരണം. ഋതികയെ ദീപക് താലി കെട്ടുന്നത് വരെ അവന്റെ മനസ്സിളകാൻ പാടില്ല. ഇല്ല അംബിക മാഡം, അങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് ഉറപ്പാ. രാജുവിന്റെ മനസ്സില് ഋതികയോട് അല്പമെങ്കിലും പ്രണയം ഉണ്ടെങ്കിലല്ലേ ദീപകുമായുള്ള ഋതികയുടെ വിവാഹം മുടക്കാൻ രാജു ചിന്തിക്കൂ. രാജു ഇനി ഒന്നിനും വരില്ല. എനിക്ക് 100% ഉറപ്പാ. ആ 100%-ൽ 1% നമുക്ക് പാളിപ്പോയാ പിന്നെ എല്ലാം തീരും. ഋതികയെ അവന് വേണോന്ന് അവന്റെ മനസ്സിൽ തോന്നിയാ പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വെറുതെ ആവും. കുറച്ചു മുമ്പ് കൂടി രാജുവിനോട് വേണുവെങ്കിൾ പറയുന്നതേ ഞാൻ മാറിയെന്ന് കേട്ടതാ. വേണുവെങ്കിള് രാജുവിനെ ഋതികയുടെ കാര്യത്തിലെ ഒരുപാട് ഗുണദോഷിച്ചു നോക്കിയിട്ടും രാജു ഒരു അക്ഷരം പോലും വേണുവെങ്കിളോട് പറഞ്ഞില്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? രാജുവിന് ഋതികനെ വേണ്ടെന്നല്ലേ? ആ, അർത്ഥവും വ്യാകരണവും ഒക്കെ അവിടെ നിൽക്കട്ടെ. നിന്നെ ഒരാളെ ഓർത്ത് മാത്രമാ ഞാൻ രാജുവിനെ ഇതുവരെ ദേഹോപദ്രവമൊന്നും ഏൽപ്പിക്കാതിരുന്നത്. അവനായിട്ട് ഇനി എന്റെ മകന്റെ വിവാഹത്തിന് തടസ്സം നിന്നാ പിന്നെ എനിക്ക് അതിര് വിട്ട് പ്രവർത്തിക്കേണ്ടി വരും. മനസ്സിലായോ? അംബികമ്മയുടെ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. രാജു നടക്കാൻ പോകുന്ന വിവാഹത്തിൽ ഇടപെടില്ല. ഇടപെടാതെ ഞാൻ നോക്കിക്കോളാം. നിന്റെ ശ്രദ്ധാവലയത്തിൽ അവനുള്ളതാ എന്റെ ഏക ആശ്വാസം. പിന്നെ എന്തെങ്കിലും സംശയിക്കുന്ന രീതിയിൽ രാജുവിന്റെ വീട്ടിൽ എന്തെങ്കിലും നടന്നാ നമുക്കെതിരെ ചെറിയ നീക്കമെങ്കിലും ആരെങ്കിലും പ്ലാൻ ചെയ്താ അതപ്പ തന്നെ നീ എന്നെ അറിയിക്കണം. അറിയാലോ, ഇത് നിന്റെയും കൂടെ ജീവിത പ്രശ്നമാ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാ അത് പരിഹരിച്ചു എന്ന് പറയാനേ ഞാൻ അംബിക മേഡത്തിനെ വിളിക്കൂ. എന്താ അതുപോരെ? മതി. പിന്നെ ഉള്ള സമയം കൊണ്ട് നീ അവനോട് പരമാവധി അടുക്കാൻ നോക്കണം. ഇത്രയും സാമർത്ഥ്യക്കാരിയായ നിനക്ക് അവന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയും രമ്യേ. ആ, ഞാൻ ശ്രമിക്കുന്നുണ്ട് മാഡം. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിക്ക്. ഗുഡ് നൈറ്റ് രമ്യേ. ഗുഡ് നൈറ്റ് മാഡം. ആ ദീപകേ. എന്താ അമ്മേ? എടാ, നിനക്ക് എന്തു തോന്നുന്നു? ഇത്രയും നാളും ഋതികയോടൊപ്പം ഒരുമിച്ച് കഴിഞ്ഞ രാജു അവസാന നിമിഷം
ഋതികയെ വേണോന്ന് പറഞ്ഞ് നിന്റെ കല്യാണപ്പന്തല് വന്ന് നിൽക്കൂ? ഏയ്, ഒരിക്കലുമില്ല അമ്മേ. പ്രതാപവർമ്മ എന്ന അവന്റെ ആരാധനാമൂർത്തിയോട് അങ്ങനെ ഒരു കടുങ്കൈ അവനൊരിക്കലും ചെയ്യില്ല. അവളോ, ഋതിക? അവള് പറയൂ അവക്ക് രാജുവിനെ വേണോന്ന്? ഉത്തരവില്ല. അങ്ങനെ പറഞ്ഞ അവളുടെ നാവ് ഞാൻ പിഴുതെടുക്കും. നീ എന്തായാലുവേ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടാവണം. വിവാഹം കഴിയുന്നത് വരെ അവൾ എവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നതെന്നൊക്കെ ഒരു ശ്രദ്ധ വേണം. മനസ്സിലായോ? രാജുവും ഋതികയും തമ്മിൽ കാണാനോ സംസാരിക്കാനോ പാടില്ല. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ പരമാവധി മുൻകൂട്ടി മനസ്സിലാക്കി തടയണം. ശരി അമ്മേ. ദീപകേ, നിങ്ങളുടെ വിവാഹം കഴിയുന്നത് വരെ നിനക്ക് 4 ദിക്കിലും കണ്ണും വേണം, ശ്രദ്ധയും വേണം. അതിനിടയ്ക്ക് ഫ്രണ്ട്സിനെ കാണാനും പാർട്ടി നടത്താനും പോയെന്നൊക്കെ ഞാൻ അറിഞ്ഞ. ഏയ്, ഒരിക്കലുമില്ല അമ്മേ. ദേ, ഒരു വിവാഹം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാ പിന്നെ ഏതു രൂപത്തിലാ തടസ്സങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അറിയാലോ, ഈ ഒരൊറ്റ വിവാഹത്തിനായിരുന്നു നമ്മൾ കാത്തിരുന്നതും ഒരുപാട് പ്രയത്നിച്ചതും. നമ്മൾ കാരണം തടസ്സങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണം. ലക്ഷ്യത്തിനെതിരെ വരുന്ന തടസ്സങ്ങളെ തടയണം. ശരി അമ്മേ. ഋതികമ്മയുടെ ഇപ്പൊ എന്തെടുക്കായിരിക്കും? പാവം, ഒരുപാട് വിഷമായിട്ടുണ്ടാവും. എന്തിനാ രാജു നീ എന്നെ വിട്ടു പോയത്, എന്നെ തനിച്ചാക്കിയത്? ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? നീ എന്താ രാജു എന്റെ സ്നേഹം മനസ്സിലാക്കാത്ത? പക്ഷേ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല. വർമ്മ സാറിനെ പോലുള്ള ഒരു വലിയ മനുഷ്യന്റെ മകളെ ഇത്രയും ദിവസം ഭാര്യയാണെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയത് തന്നെ ഞാൻ സാറിനോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാ. പിരിയാനായിരുന്നു വിധിയെങ്കിൽ പിന്നെ എന്തിനാ ദൈവമേ നീ എന്റെ മനസ്സിൽ ഇങ്ങനൊരു പ്രണയം തോന്നിച്ചത്? ഋതിക മേഡത്തിന്റെ മനസ്സിൽ ഒരിക്കലും എന്നോടൊരു പ്രണയം തോന്നാൻ പാടില്ലായിരുന്നു. എന്തിനാ ദൈവമേ ആ പാവത്തിന്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത മുളപ്പിച്ചത്? ഒരിക്കലും നടക്കില്ലാത്ത കാര്യമാണെന്ന് നിനക്കറിയാമായിരുന്നില്ല ഈശ്വര. എന്നിട്ടും എന്തിന്? ദീപക്കുമായിട്ടുള്ള വിവാഹം ഒരു സമയം നടക്കേണ്ടടുത്ത് എന്തിനാ എന്റെ മനസ്സിൽ രാജുവിനെ താലി കെട്ടിയതെന്ന് പറയാനുള്ള ചിന്തയും ധൈര്യവും നീ വരുത്തിയത്? അവസാനം ഇങ്ങനൊരു ഹൃദയം തകർന്ന വേദന ഏറ്റുവാങ്ങാനാണോ ദൈവമേ? എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ. ഹലോ ഋതിക മോളെ, ഇത് ഞാനാ, മീര. പറയും മീരാൻറ്റി, എന്താ രാത്രിയിൽ വിളിച്ച്? അത് ഋതിക മോളോട് മീരാൻറ്റിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ മീരാൻറ്റി? ഇപ്പൊ അല്ല മോളെ, എനിക്ക് മോളെ നാളെ ഒന്ന് നേരിട്ട് കാണണം. മോൾക്ക് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നാളെ എത്താൻ സാധിക്കോ? അതിനെന്താ മീരാൻറ്റി, ഞാൻ വരാലോ. മോളിപ്പോ എന്തെടുക്കുക? ഞാൻ ഉറങ്ങാൻ പോവായിരുന്നു. എങ്കിൽ മോള് പ്രാർത്ഥിച്ച് സമാധാനമായിട്ട് കിടക്കാൻ നോക്ക്. മോളുടെ മനസ്സിലെ പ്രശ്നങ്ങളൊക്കെ മാറി മോളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. ശരി മോളെ. ശരി മീരാൻറ്റി. മീരാൻറ്റി, അവര് ശരിക്കും ആരാ?
മറ്റാരോടും ഇല്ലാത്ത എന്തോ ഒരടുപ്പം എനിക്ക് അവരോട് തോന്നുന്നു. മീരാന്റെ പോലൊരമ്മ എനിക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സ് തുറന്ന് പറയാൻ പറ്റുമായിരുന്നു. എന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ആ ആന്റി സപ്പോർട്ട് നിന്നേനെ. ദൈവം എന്നോട് മാത്രം എന്താ ഇങ്ങനെയൊക്കെ? രാജു, രാജു,